അതിലുള്ള സർവ്വ ചരാചരങ്ങൾക്കും കാരുണ്യദൂതനായ നമ്മിലേക്ക് സൃഷ്ടാവായ അല്ലാഹു ജല്ല ജലാലുഹു സമ്മാനിച്ച മുത്തല്ല ശഫീഉൽ വറാ ഖായിദുൽ ഖുർറിൽ മുഹജ്ജലീൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പുണ്യാര നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഉമ്മത്തിന്റെ ജീവിതത്തിൽ ഇടപെടേണ്ടി വരുന്ന സർവ്വ സാഹചര്യങ്ങളിലും എങ്ങനെ മുന്നേറണം അഥവാ ഏത് രീതിയിൽ അവയെ അതിജയിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തവും കൃത്യവുമായി തന്നെ അവിടുത്തെ ജീവിതത്തിലൂടെ ഉമ്മത്തിൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ല പണ്ഡിതന്മാർ പറഞ്ഞത് ആ പുണ്യാര നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തിരുതരിയെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടുവരൽ നാം ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കാരണം ഇങ്ങനെയൊരു ലോകത്തിൻ തന്നെ മാതൃകയായ വ്യക്തിത്വത്തിന്റെ ഉടമയായ ഒരാളെയും നമ്മൾക്ക് കാണാൻ കഴിയൂല. അതല്ല അല്ലാഹു തആല ഇവിടുത്തെ പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞു വെച്ചത് ഫീഹി ഉസ്വത്തുൻ ഹസന, തുല്യതയില്ലാത്ത നായകൻ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാൻ. അതേ മഹാനായ ബൂസൂരി ഇമാം അവിടുത്തെ കാവ്യസമാഹാരമായ ബുർദത്തിലൂടെ പറഞ്ഞു തരുന്നത് വലംതു സുന്നതമൻ അഹ്യല്ലാമ ഇലാ അനിസ്തഖത് ഖദമാ അൻദുറ മിൻ വറമി. അതാ പാതിരാവിന്റെ പദത്തിൽ സമൂഹമാകമാനം നിദ്രയിലായിരിക്കുന്ന നേരം യജമാനനായ അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ കിടക്കുകയാണ്. അവിടുത്തെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹാ പാതിരാവിലെ എണീറ്റ് നോക്കുമ്പോൾ തന്റെ കൂടെ കിടന്ന മാരനെ കാണുന്നില്ല. വെപ്രാളപ്പെട്ടു പോയ ആയിഷ അതാ അവിടുന്ന് സ്വന്തം മാരനെ തേടുകയാണ്. അതാ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോൾ അയവിടെ സുജൂദിലാണ് അവിടുത്തെ തിരുപാദത്തിൽ നിന്ന് നീരൊളിച്ച് കട്ട പിടിച്ചിരിക്കുകയാണ്. വെപ്രാളപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സലാം വീട്ടിയതിന്റെ ശേഷം ചോദിച്ചു, യാ നബിയേ നിങ്ങൾക്ക് സ്വർഗം നിർബന്ധമാണല്ലോ നബിയേ, നിങ്ങളല്ലേ നബിയെ നാല് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നത്, എന്തിനാണ് നബിയെ നിങ്ങളുടെ കാൽപാദത്തിൽ നിന്ന് കട്ട പിടിച്ച് നീരൊഴിക്കുന്നത് പോലെ നിങ്ങൾ നിസ്കരിക്കുന്നതെന്ന് ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട് മുഅ്മിന. എന്ത് പറഞ്ഞതെന്നറിയുമോ? എടി ആയിഷ അഫലാ അകൂന അബ്ദൻ ശകൂർ, അല്ലാഹുവിന് നന്ദിയുള്ള അടിമയാകണ്ട ആയിഷ. ആരടാ പറഞ്ഞത്? ഈ ലോകത്തിൽ കടന്നു വന്നതിന്റെ ശേഷം ഒരു തെറ്റുപോലും ചെയ്യാത്ത, ഒരു തന്നെ മനസ്സ് പോലും വേദനിപ്പിക്കാത്ത സാദിഖുൽ മസ്ദൂഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഫലാ അകൂന അബ്ദൻ ശകൂർ, അല്ലാഹുവിന് നന്ദിയുള്ള അടിമയാകണ്ട ആയിഷ, അല്ലാഹുവിന് പിരിസുള്ള അടിമയാകണ്ട ആയിഷ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്നത്തെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? ആ പുന്നാര നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഴുവൻ സുന്നത്തുകളെയും ഡിസ്കൗണ്ട് ചെയ്ത് വിടുകയല്ലേ. അതാ ഏതേതോ രാജ്യത്തിന്റെ ഫുട്ബോൾ സ്റ്റാറുകളെയും ക്രിക്കറ്റ് താരങ്ങളെയും സിനിമാ നടന്മാരെയും നെഞ്ചിലേറ്റി നടക്കുന്ന കാലമല്ലേ. അതാ പാതിരാവിന്റെ പസുതിൽ സമൂഹമാകമാനം നിദ്രയിലായിരിക്കുന്ന നേരം അതാ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പത്തെ കാലഘട്ടം എന്താണ് ചെയ്യുന്നത്? ഏതോ അങ്ങാടി തെരുവുകളിലൂടെ നടന്ന് ഏതോ രാജ്യത്തിന്റെ കളിക്കാരുടെ കട്ടൗട്ടും നാട്ടിവെച്ച് അവരുടെ മധുഹും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാലമല്ല മുഅ്മിന. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതും അതാ പാതിരാവിലെ നടന്നുകൊണ്ട് പെട്ടെന്ന് രാവിലെ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിന്റെ ഭാഗമായ തഹജ്ജുദ് നിസ്കരിക്കുന്നത് പോയിട്ട് സുബ്ഹി വരെ ഖളാക്കിക്കൊണ്ട് ഉച്ചവരെ ഇറങ്ങുന്നവോ ചെറുപ്പക്കാരാ, ഒന്ന് കേൾക്കണേ, ഒന്ന് ശ്രദ്ധിക്കണേ. സകാത്ത് നിർബന്ധമാക്കിയതുപോലെ നിർബന്ധമാക്കിയതല്ല, അല്ലാഹു തആല വിളിച്ചു കൊടുത്ത സമ്മാനമാണ് നിസ്കാരം എന്ന് പറയുന്നത്. ആദ്യ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു തആല 50 വക്ത് നിസ്കാരം ഫർളാക്കിയ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 9 പ്രാവശ്യമല്ല അല്ലാഹുവിന്റെ അരികിലേക്ക് പോയത്. എന്തിനാണ് പോയത്? ആ പുന്നാര നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റാത്തത് കൊണ്ടോ? അല്ല, എൻ്റെ ഉമ്മത്തീങ്ങൾക്ക് നിസ്കരിക്കാൻ
പറ്റാത്തത് കൊണ്ടാണ്. അവിടുത്തെ കേവലം ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കാരത്തെ എടുത്തു നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ അൽ ബഖറ, അൽ ഇംറാൻ, അൽ നിസാ, രണ്ടാമത്തെ റക്അത്തിൽ മുഴുവനും സമ്മാനമായി ലഭിച്ച സൂറത്തുകൾ ഓതുന്ന കേവലം ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം പോലും 5-6 മണിക്കൂർ നിസ്കരിക്കുന്ന ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണോ ഈ 50 വക്ത് നിസ്കാരം നിസ്കരിക്കാൻ കഴിയാത്തത്? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ഉമ്മതീങ്ങൾക്ക് 50 വക്ത് നിസ്കാരം നിസ്കരിക്കാൻ കഴിയൂലെന്ന ഒറ്റ കാരണം കൊണ്ടാണ് 9 പ്രാവശ്യം അള്ളാഹുവിൻ്റെ അരികിലേക്ക് പോയത്. ഇല്ല, അള്ളാഹ് കഴിയൂല, എൻ്റെ ഉമ്മതീങ്ങൾക്ക് കഴിയൂല എന്ന് പറഞ്ഞുകൊണ്ട് പോയത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരിക്കലല്ല, ആദ്യമായും അവസാനമായി പറയാനുള്ളത്, ഈ യുവത്വം എന്ന് പറയുന്നത് അത് അടിച്ചു പൊളിക്കാനുള്ളതല്ല, പൊളിച്ച് തകർക്കാനുള്ളതല്ല. യുവത്വം എന്ന് പറയുന്ന ഈ ചൂടുചാര സിരികളിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന സൽക്കർമ്മങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അരികിൽ ഇബാദത്ത് വളരെ കൂടുതലാണ്, അള്ളാഹുവിൻ്റെ അരികിൽ പ്രതിഫലം വളരെ കൂടുതലാണ്. അതേ യുവത്വം ഒന്ന് കഴിഞ്ഞു പോയാൽ, ഈ 2 കാലിൽ കടക്കുന്ന കാലമൊന്ന് കഴിഞ്ഞു പോയാൽ, അതാ 3 കാലിൽ കടക്കുന്ന ഒരു കാലഘട്ടം വരാനുണ്ട്. ആ സമയത്ത് ഞാനൊന്ന് ഇബാദത്ത് ചെയ്തു കൂട്ടാമെന്ന് ചിന്തിച്ചാൽ കഴിഞ്ഞോളണമെന്നില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുക. ആ ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല പറഞ്ഞത്, മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലൗ അദ്രിമിഅതി ഷഹീദാ. എൻ്റെ സുന്നത്ത് വഴിതെറ്റി പോകുമ്പോൾ, എൻ്റെ ഉമ്മത്തിങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ ആരുടെ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നത് അവർക്ക് 100 യോദ്ധാക്കൾക്കുള്ള പ്രതിഫലമുണ്ടെന്ന് പഠിപ്പിച്ചു തന്ന അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രമാത്രം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിൽ ഉപവിഷ്ടരായ വിധികർത്താക്കൾ, ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാർ, അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. فوق النبيين في خلق وفي خلق ولم يدانوه في علم ولا كرم. ഇമാം ബൂസൂരി റളിയല്ലാഹു അൻഹു അവിടുത്തെ മഹത്തരമായ രോഗപ്രശസ്തമായ ബുർദയിലൂടെ ഈ വരിയിൽ വ്യാഖ്യാനിക്കുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മഹത്വത്തെക്കുറിച്ചാണ്. സ്വഭാവത്തിന്റെ വിഷയത്തിലാണെങ്കിലും, ശരീരഘടനയുടെ വിഷയത്തിലാണെങ്കിലും, ആകാരരൂപത്തിന്റെ വിഷയത്തിലാണെങ്കിലും, എല്ലാ വിഷയവും എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ അമ്പിയാക്കൾക്കും മുകളിലാണ് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗിയെക്കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹു പുകഴ്ത്തുന്നത് നിങ്ങൾക്ക് കേൾക്കണോ? എന്താണ് അവിടെ നിന്ന് പറഞ്ഞത്? യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഭംഗിയെ ഈജിപ്ത് വനിതകൾ കണ്ട് കയ്യങ്ങ് മുറിച്ചു. പക്ഷേ ആയിഷ റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭംഗി എങ്ങാനും അവർ കണ്ടിരുന്നുവെങ്കിൽ അവർ അവരുടെ ഖൽബ് തന്നെ മുറിക്കുമായിരുന്നു. അത്രയും ആകാരരൂപത്തിൽ ഭംഗിയിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു കിതാബുകളിൽ കാണാൻ പറ്റുന്നത്. എനിതാ സ്വഭാവത്തിന്റെ വിഷയം അങ്ങെടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്നത് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അവിടുന്ന് ഖുർആനിൽ പറഞ്ഞില്ലേ, വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. അവിടുന്ന് ഏറ്റവും വണ്ണമായ സ്വഭാവത്തിന്റെ ഉടമയാണ് ഹബീബായ തങ്ങള്. ആ തങ്ങളുടെ അത്ര സ്വഭാവം ഒരാൾക്കുമില്ല. സ്വഭാവത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവരായിരുന്നു. അതല്ലേ അഅറാബി, തോട്ടത്തിലുള്ള അഅറാബി അങ്ങ് തങ്ങൾ കടിച്ചിട്ട് ശേഷം വീട്ടിലേക്ക് അങ്ങ് വന്നു. സത്യം മനസ്സിലാക്കി വന്നപ്പോൾ
തിരിച്ച് പ്രതികാരം നൽകിയോ? ഇല്ല ഇല്ല. അത് ഈ ഇസ്ലാമിന്റെ നേതാവിന്, ഈ ഉമ്മത്തിന്റെ യഥാർത്ഥ നേതാവിന് പ്രതികാരം പറ്റൂല. ശത്രുക്കളോട് പോലും പ്രതികാരം ചെയ്യുന്നില്ല. അതല്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അവിടുന്ന് ഇതാ എല്ലാ വിഷയത്തിലും ഭാര്യമാരോട് നല്ല സൽക്കരിക്കുമായിരുന്നു. ഭാര്യമാരോട് ജോലികളിൽ നല്ല സഹായം നടത്തുമായിരുന്നു. കുട്ടികളെ കളിപ്പിക്കാറുണ്ട്. അതല്ലേ മദീനയിൽ എത്ര വിദൂരത്താണ് രോഗിയെങ്കിലും അവിടെ പോയി രോഗികളെ ശുശ്രൂഷിക്കുന്നതാണ്. ഇങ്ങനെയുള്ള നേതാവിനെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? ഒരാൾ ഷേക്ക് ഹാൻഡ് കൊടുത്താൽ അദ്ദേഹം തിരിച്ചെടുക്കാതെ ഹബീബായ തങ്ങൾ തിരിച്ചെടുക്കൂല. അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ടൈറ്റിൽ. ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നാം മുറുകെ പിടിക്കേണ്ടത്. അതല്ലേ വിമർശകർ പറയുന്നത് ഹബീബായ തങ്ങളുടെ മദ്ഹ് അത് ഓവറാവുന്നുണ്ട്. ഒരു ഓവറുമില്ല. കാരണം ഫമാ തത്വാബുലു ആമാലിൽ മദീഹി ഇലാ മാ ഫീഹി മിൻ കറമിൽ അഖ്ലാഖി വശിയമി. അവിടുത്തെ മദ്ഹ് ഒരാൾക്കും എഴുതി തീർക്കാൻ പറ്റൂല. ശാസ്ത്രജ്ഞന്മാർ ഐൻസ്റ്റീനെയും അതുപോലെ നെൽസൺ മണ്ടേലയിലേക്കും അവർ എഴുതി തീർത്തു. പക്ഷേ ഹബീബായ തങ്ങളുടെ അവരുടെ കയ്യിൽ ഒതുങ്ങിയില്ല. ഇങ്ങനെയുള്ള സ്വഭാവത്തിന്റെ ഉടമയെ ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ പറ്റൂല. അതല്ലേ അള്ളാഹു കൊടുത്ത അനുഗ്രഹം. അതല്ലേ 9 ഭാര്യമാർ അങ്ങ് പട്ടിണിയുടെ ദിനരാത്രങ്ങളാൽ നടന്നു നീങ്ങുമ്പോൾ ഒരു ഭാര്യമാരിൽ നിന്ന് പോലും വിവാഹമോചനാവശ്യം വരാതെ മരണം വരെ അവിടുന്ന് പിടിച്ചു നിർത്തിയ മഹാനുണ്ടെങ്കിൽ അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഈ തങ്ങളെ ഏത് ഐൻസ്റ്റീനാണ്, ഏത് സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്, ഏത് ഭൗതിക ശാസ്ത്രജ്ഞനാണ് വ്യാഖ്യാനിക്കുക? അതല്ലേ സ്വവിരലുകൾക്കിടയിൽ 1500 പേർക്ക് ദാനജനം നൽകി അവിടുന്ന് മുഅ്മിനീങ്ങൾക്ക് സഹായഹസ്തം നീട്ടിയ ഈ മഹാവ്യക്തിത്വത്തെ ഏത് ഭൗതിക ശാസ്ത്രജ്ഞനാണ് വ്യാഖ്യാനിക്കാൻ പറ്റുക? ഒരാൾക്കും ഹബീബായ തങ്ങളെ കയ്യിലൊതുങ്ങാൻ പറ്റൂല. ഹബീബായ തങ്ങളെ ഒരാൾക്കും പറഞ്ഞു തീർക്കാൻ പറ്റൂല. പള്ളിയിൽ ഒരു കുട്ടി അങ്ങ് മൂത്രമൊഴിച്ചപ്പോൾ ഒരു ബക്കറ്റ് കൊണ്ട് അതിനെ ക്ലീനാക്കാൻ പറഞ്ഞതല്ലാതെ ആ കുട്ടിയോട് ഒരു അപമര്യാദയായി സംസാരിച്ചത് ചരിത്ര താളുകളിൽ കണ്ടിട്ടില്ല. അതാണ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനാ. ഒരു ജനങ്ങൾക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ, ഏറ്റവും വലിയ മാതൃക അത് അഹ്സാബ് സൂറത്തിൽ അല്ലാഹു പരാമർശിക്കുന്നു. അത് ഹബീബായ തങ്ങളാണ്. അതല്ലേ ഹബീബായ തങ്ങളെ കുറിച്ച് ഇതാ ഖുർആനിൽ എത്രയെത്ര സ്ഥലങ്ങളിലാണങ്ങ് വ്യാഖ്യാനിച്ചത്. അതല്ലേ ബൂസൂരി ഇമാം എല്ലാ അമ്പിയാക്കൾക്ക് മേലും എല്ലാ വിഷയത്തിലും സ്വഭാവ വിഷയമാണെങ്കിലും അങ്ങനെ, മറ്റുള്ള ആകാര രൂപമാണെങ്കിൽ അങ്ങനെ, ഏത് വിഷയത്തിലും ഹബീബായ തങ്ങളെ അങ്ങ് മറികടക്കാൻ പറ്റൂല. ഒരു കുട്ടിയെ പോലും നോവിച്ചിട്ടില്ല. ഇതാ അല്ലാഹു അങ്ങ് വലസൗഫ യുഅതീക റബ്ബുക ഫതർലാ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങയുടെ നിഅമത്തിൽ തൃപ്തിപ്പെടുന്നില്ല. ഏതുവരെ ഇദൻലാ അർലാ മിൻ ഉമ്മതി വാഹിദിൻ ഫിന്നാർ. എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരാളങ്ങ് നരകത്തിൽ താമസിക്കുന്നത്, നരകത്തിൽ കയറുന്നത് ഞാനങ്ങ് തൃപ്തിപ്പെടുന്നില്ല. അതുവരെ ആ നിഅമത്തിന്, ഇങ്ങനെയുള്ള നിഅമത്തിന് ഞാൻ തൃപ്തിപ്പെടൂല. ഒരാൾ പോലും സ്വർഗത്തിൽ കടക്കാതെ നരകത്തിൽ ഇതാ എല്ലാ ദിവസവും അതിൻ്റെ എല്ലാ അദാബുകളും സഹിച്ചു നിൽക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റൂല. ഇങ്ങനെയുള്ള തങ്ങളെയാണ് നാം പിന്തുടരേണ്ടത് എന്ന് ചുരുക്കിക്കൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.